ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത ധനലാഭം, ഐശ്വര്യപുഷ്ടി, ദാമ്പത്യ സൗഖ്യവും മനസ്സന്തോഷവും വന്നെത്തുന്നു. കഴിഞ്ഞ ഏപ്രിൽ 13 രാത്രി 14 പുലർച്ചെ വരെ മേടസംക്രമം നടക്കുന്നതിനാൽ മേടം 1-ാം തീയതി ഏപ്രിൽ 14 വിഷു. വിഷുദിനമായി നാം കൊണ്ടാടുന്നത് ആ പകലിനെയായിരുന്നു. ആദിത്യൻ, അശ്വതി, ഭരണി എന്നീ ഞാറ്റുവേലകളിൽ മുഴുവനായും കാർത്തിക ഞാറ്റുവേലയിൽ ഭാഗികമായും സഞ്ചരിക്കും. ആദിത്യൻ്റെ ഉച്ചരാശി എന്ന സവിശേഷത കൂടി മേടത്തിനുണ്ട്. മേടമാസം 10-ാം തീയതിയായ മേടപ്പത്തായി ആഘോഷിക്കുന്നു. മേടമാസത്തിന് 31 തീയതികളുണ്ട്. മെയ് 14 വരെ ഇവ നീളുന്നു. ചന്ദ്രൻ മാസാദ്യം കൃഷ്ണപക്ഷത്തിൽ സഞ്ചരിക്കുകയാണ്. മേടം 14-ന്, അതായത് ഏപ്രിൽ 27-ന് കറുത്തവാവും. മേടം 29-ന്, അതായത് മെയ് 12-ന് വെളുത്ത വാവും വരുന്നു. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ്. മേടം 31-ന്, അതായത് മെയ് 14-ന് മിഥുനം രാശിയിൽ പ്രവേശിക്കും. ജ്യോതിഷത്തിൻ്റെ വാർഷിക ചിന്തയിൽ പ്രാധാന്യമുള്ളത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. ഇനി വ്യാഴം ഇടവം രാശിയിൽ വരുന്നത് 11 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാകും. ശനി മീനം രാശിയിൽ പൂരുരുട്ടാതിയിലാണ്. മേടം 15-ന് ഉത്രട്ടാതിയിൽ പ്രവേശിക്കും. രാഹു മീനത്തിൽ പൂരുരുട്ടാതിയിലും കേതു കന്നിയിൽ ഉത്രത്തിലും തുടരുന്നു. രാഹു കേതുക്കൾക്ക് അടുത്ത മാസം ആദ്യം വരെ രാശി പകർച്ചയുണ്ട്. ചൊവ്വ തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ പോയും നക്ഷത്രത്തിലാണ്. മേടം ഒടുവിൽ ആയില്യത്തിൽ പ്രവേശിക്കുന്നു. ബുധൻ നീചരാശിയായ മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. മേടം 14-ന് രേവതിയിൽ പ്രവേശിക്കും. മേടം 23-ന് മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. മേടമാസത്തിൽ ബുധന് മൗഢ്യമില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട്. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലാണ്. മേടം 12-ന് പൂരുരുട്ടാതിയിൽ നിന്നും ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കുന്നു. ശുക്രന് രാശി മാറ്റമില്ല. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ആളുകളുടെ മേടമാസത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. മേടമാസത്തിൽ ആദിത്യൻ ഉച്ചക്ഷേത്രമായ മേടം രാശിയിൽ സഞ്ചരിക്കുന്നു. ജന്മരാശിയിലെ സൂര്യസഞ്ചാരം അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുമെന്ന് പറയുവാനാവില്ല. ലക്ഷ്യപ്രാപ്തിക്കായി നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. സ്വതസിദ്ധമായ കഴിവുകളും പ്രത്യുൽപ്പന്ന മിതത്വവും വേണ്ടത്ര പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ ചെറിയ നേട്ടങ്ങളും അല്പമായ സന്തോഷങ്ങളും ന്യായമായ അവകാശങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകർ വൈകിയെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥത തിരിച്ചറിയപ്പെടും. മേടം 31 വരെ വ്യാഴം 2-ൽ തുടരുകയാൽ ധനാഗമ മാർഗങ്ങൾ സുഗമമാകും. സ്വന്തം വാക്ക് വെളിച്ചവും തണലുമായി മാറുന്നതാണ്. 4-ലെ ചൊവ്വ മനസ്വൈര്യത്തെ ഇടയ്ക്കിടെ തുരങ്കം വയ്ക്കുന്നതാണ്. വാഹനയാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഗുണകരമാകും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചത്തിൽ തുടരുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത പുലർത്തുവാൻ കഴിയുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ കഴിയും. പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ്. കുറച്ചധികം യാത്രകൾ വന്നു ചേരുന്ന കാലമാണ്. ദേഹക്ലേശം ഭവിക്കാം. ഗാർഹികമായ ശാന്തത അല്പം കുറയും. നിങ്ങളുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൃഹനിർമ്മാണം തടസ്സപ്പെടുവാനും പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദം തുടരുവാനും സാധിക്കും. ഭാവിയെക്കുറിച്ച് ചില നിശ്ചയങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായ ജോലി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മേലധികാരികൾ അഭിപ്രായം പുലർത്താം. കമ്മീഷൻ, അതുമല്ലെങ്കിൽ ഏജൻസി വ്യാപാരം, ഇവയിൽ നിന്നും ന്യായമായ ആദായം വന്നു ചേരുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ സൂര്യൻ ഉച്ചസ്ഥാനത്തിലായതിനാൽ കാർത്തിക നക്ഷത്രക്കാരെ അവഗണിക്കാനാവില്ല. നിങ്ങളുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. നിരാകരിച്ചവർ നിങ്ങളെ സ്വീകരിക്കുന്നതാണ്. ദുരാരോപണങ്ങളെ ഭംഗിയായി പ്രതിരോധിക്കുവാൻ കഴിയും. നേതൃത്വ പദവി ലഭിക്കാം. മേടരാശിക്കാർക്ക് 7.5 ശനിക്കാലം ആരംഭിച്ചതിനാൽ അലച്ചിലും വഴി നടത്തവും മൂലം ക്ലേശങ്ങൾ വന്നുചേരും. മുൻ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. നിക്ഷേപങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം.
നാലിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഭൂമി വ്യാപാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. ഇടവ രാശിക്കാർക്ക് ബിസിനസ്സിൽ നിന്നും ധനാഗമം സുഗമമാകും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യത്തിൽ പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കിട്ടും. പൊതുവെ ആഹ്ലാദാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12-ൽ പ്രവേശിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകും. 11-ൽ ശനി, രാഹു, ശുക്രൻ, മാസപ്പകുതിയോളം ബുധൻ എന്നീ ഗ്രഹങ്ങൾ തുടരുന്നത് ആഗ്രഹ സാഫല്യത്തിന് കാരണമാകും. പ്രണയ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും. ദാമ്പത്യം സന്തുഷ്ടമായി ഇരിക്കുന്നതാണ്. പൂർവിക സ്വത്തിലെ ആദായങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകും. പിതാവിനോട് കലഹിച്ചേക്കാം. പിതാവിനോ നിങ്ങൾക്കോ ദൂരദിക്കിൽ താൽക്കാലികമായി മാറി താമസിക്കേണ്ട അവസരം വന്നെത്തും. ഗൃഹനിർമ്മാണത്തിൽ ചെലവധികരിക്കുവാൻ സാധ്യതയുണ്ട്. സുഖഭോഗങ്ങൾക്ക് പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. കടബാധകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. ഉന്നത പഠനത്തിന് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വന്നു ചേരും. സഹോദരാനുകൂല്യം എല്ലാ രീതിയിലും വന്നു ചേരും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. വ്യക്തിപരമായും തൊഴിൽപരമായും വിജയം വരിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. തടസ്സങ്ങളെല്ലാം ആത്മശക്തിയെ ചോർത്താൻ മാത്രം ശക്തമാകില്ല. സർക്കാരിൽ നിന്നുമുള്ള അപേക്ഷകൾക്കെല്ലാം അനുമതി ലഭിക്കും. തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരിക്കുവാൻ കഴിയുന്നതാണ്. പുതിയ വാഹനം വാങ്ങും. കുടുംബത്തോടൊപ്പം വിനോദയാത്ര നടത്തുവാൻ കഴിയുന്നതാണ്. ജീവിത നിലവാരം വളരെയധികം ഉയരുന്ന കാലമാണ്. മകന്റെ നിർബന്ധത്തിൽ ഇലക്ട്രോണിക് സാമഗ്രികൾ വാങ്ങേണ്ടി വരും. നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് നീചസ്ഥിതി ഉള്ളതിനാൽ ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സഹോദരങ്ങളുമായി പിണക്കം വരാം. ആത്മീയമായ കാര്യങ്ങളിൽ ആസ്ഥ കുറയുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. സർവ അഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ ഉച്ചനായ ആദിത്യൻ സഞ്ചരിക്കുന്നത് ഏറ്റവും ഗുണകരമായ കാലമാണ്. രോഗക്ലേശങ്ങളെല്ലാം താൽക്കാലികമായെങ്കിലും പത്തി താഴ്ത്തുന്നതാണ്. ശത്രുവിജയം ഉണ്ടാകും. കണ്ടകശനിയാൽ അനുഭവപ്പെട്ടു തുടങ്ങിയ തൊഴിൽ മാന്ദ്യത്തിന് മറുമരുന്ന് ആദിത്യൻ്റെ ഉച്ചരാശി സഞ്ചാരം ഗുണകരമാകും. സഹായിക്കുവാനും പിന്തുണയ്ക്കുവാനും പലരും വന്നുചേരും. വ്യാഴം 12-ൽ തുടരുന്നതിനാൽ മംഗളകാര്യങ്ങൾക്കായി ചെലവേർപ്പെടാം. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ മനഃശാന്തി ഭവിക്കുന്നതാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടും. രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് അവസരം വന്നു ചേരുന്നതാണ്. തൊഴിലിൽ പകരക്കാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നത് ഗുണകരമാകും. ധനാഗമത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. രാഹു, ശനി, കേതു തുടങ്ങിയ പാപഗ്രഹങ്ങൾ പലതരം ക്ലേശ അനുഭവങ്ങൾ സമ്മാനിക്കും. വ്യാഴം 12-ാം ഭാവത്തിലാണ്. ഈ വിപരീത സാഹചര്യത്തിന് ഉത്തമമായ പ്രതിവിധി ആഗ്രഹ സാഫല്യം ഭവിക്കുന്ന സ്ഥാനമായ 11-ാം ഭാവത്തിലെ ആദിത്യൻ്റെ ഉച്ചരാശി സഞ്ചാരമാണ്. രോഗബാധിതർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കിട്ടാക്കടം മടക്കി കിട്ടുന്നതാണ്. സ്ഥാനപ്രാപ്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രധാന വ്യക്തികൾ പിന്തുണയ്ക്കുന്ന കാലമാണ്. കൈമോശം വന്ന പ്രമാണം, പണം, വില കൂടിയ വസ്തുക്കൾ എന്നിവ മടക്കി കിട്ടും. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിയമനം ലഭിക്കുന്നതാണ്. പിതാവിനും അഭ്യുദയം ഭവിക്കുന്ന സാഹചര്യം സംജാതമാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ജീവിതാസക്തി പുലർത്തുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ വന്നു ചേരുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൽ നിയമനം കിട്ടിയേക്കും. പിതൃസ്വത്തിന്മേലുള്ള തർക്കം അവസാനിക്കുവാനും പൂർണ്ണമായി ആദായം എടുക്കുവാനും കഴിയുന്നതാണ്. ജന്മനാട്ടിൽ പോകുവാനും ഉത്സവാദികളിൽ ഭാഗവാക്കാകുവാനും സാധിക്കുന്നതാണ്. സാങ്കേതിക വിഷയങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമം നടത്തും. സ്വയം തിരുത്തുവാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നതാണ്.
കൂട്ടത്തിൽ ചില ഭാഗ്യക്കേടുകൾ, ഇച്ഛാഭംഗങ്ങൾ എന്നിവയുണ്ടാകുവാനും ഇടയുണ്ട്. വ്യാഴം 11 തുടരുന്ന അവസാന മാസമാണ്. ഇനി വ്യാഴം 11 വരുവാൻ 11 വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. കാര്യതടസ്സങ്ങളെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. പറഞ്ഞുറപ്പിച്ച കരാറുകളിൽ പോലും വ്യതിയാനം വരുവാൻ ഇടയുള്ളതിനാൽ ഇച്ഛാഭംഗം ഉണ്ടാകും. വ്യാഴം 11 തുടരുന്നത് ധനപരമായി ഉയർച്ച ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ്. വ്യാപാരികൾക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഭവിക്കും. യാത്രകൾ വളരെയധികം ഗുണകരമാകുന്നതാണ്. സംഘടനകളിൽ നിങ്ങളുടെ നേതൃത്വ പദവി നിങ്ങൾക്ക് വന്നു ചേരും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനകീയമായ അടിത്തറ ഉണ്ടാകുന്നതാണ്. അന്യനാട്ടിൽ പഠിക്കുവാൻ വിദ്യാർത്ഥികളായ ആളുകൾക്ക് അവസരം കൈവരും. പ്രണയിക്കുന്ന ആളുകളുടെ പിണക്കം അവസാനിക്കുന്നതാണ്. മകന്റെ നിർബന്ധത്തിന് വഴങ്ങി ആഡംബര വാഹനത്തിന് സമ്മതം മൂളേണ്ടി വരും. ഗൃഹനിർമ്മാണത്തിന് രൂപരേഖ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. നക്ഷത്രാധിപനായ ബുധന് നീച സഞ്ചാരം തുടരുന്നതിനാൽ സാഹസ കർമ്മങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾ മുതിരരുത്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. രാശിനാഥനായ ആദിത്യൻ 9ാം ഇടത്തിൽ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ലോട്ടറി ഇവകളിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങി ശുഭാനുഭവങ്ങൾ വന്നെത്തും. പ്രധാനമായും സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടുന്ന കാലമാണ്. അഷ്ടമത്തിലെ ശനി രാഹു യോഗം സൃഷ്ടിക്കുന്ന ക്ലേശങ്ങൾ ഒരു പരിധിവരെ ചെറുക്കപ്പെടും. 12 ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യമായ യാത്രകളും പാഴ്ചെലവുകളും ഉണ്ടാകുന്നതാണ്. വ്യവഹാരങ്ങളിൽ ചെന്നുപെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ഭാവി പഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂലത വരുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. മങ്ങിപ്പോയ ആത്മശക്തി ഉണരുന്നതിനുള്ള സാഹചര്യം വന്നെത്തും. നിങ്ങളുടെ കോറിൻ്റെ അധിപനായ ആദിത്യൻ ഭാഗ്യഭാവത്തിൽ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സാമൂഹികമായ അംഗീകാരം ലഭിക്കും. മുൻപ് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കാൾ മികച്ച അവസരങ്ങൾ വന്നെത്തുന്നതാണ്. പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കുവാൻ കഴിയും. അകന്നു കഴിഞ്ഞ ആളുകൾക്ക് വീണ്ടും കുടുംബത്തോടൊപ്പം ഇണങ്ങുവാൻ കഴിയുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ വന്നു ചേരും. സഹോദരാനുകൂല്യം കുറയുവാൻ ഇടയുണ്ട്. ശനിയും രാഹുവും അഷ്ടമത്തിൽ തുടരുന്നത് ദേഹക്ലേശത്തിനും അവിചാരിതമായ മനപ്രയാസങ്ങൾക്കും കാരണമാകും. വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവമരുത്. വാഹനയാത്രയിൽ ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ആലസ്യങ്ങളെല്ലാം നീങ്ങി ഉന്നമനേച്ചയുണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ഉത്സുകത പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സാമാന്യമായ സംതൃപ്തി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ആദിത്യൻ ഉച്ചത്തിലേക്കും അത്യുച്ചത്തിലേക്കും നീങ്ങുന്നതിനാൽ ഗുണാനുഭവങ്ങൾ കുറയില്ല. നിങ്ങളെ അവഗണിച്ച ആളുകൾ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. അധികാരികൾ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും കാതോർക്കുന്നതാണ്. കുടുംബ അന്തരീക്ഷം ഹൃദ്യമാകും. അനിഷ്ട രാശികളിൽ തുടരുന്ന ശനിയും രാഹുവും മറ്റ് സമ്മർദ്ദങ്ങൾ സമ്മാനിക്കുന്നതാണ്. പണമിടപാടുകളിൽ വളരെയധികം കരുതൽ വേണം. ഭൂമി വാങ്ങുക, വിൽക്കുക എന്നിവയ്ക്ക് ഉചിതമായ സന്ദർഭമാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കും. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. 7ലെ രാഹു, കണ്ടകശനി, അഷ്ടമത്തിലെ ആദിത്യൻ, ജന്മകേതു എന്നിവ ജീവിതത്തെ പിറകോട്ട് വലിക്കും. മനസ്സിനെ ശൈത്യം ബാധിക്കുവാൻ ഇടയുണ്ട്. ഉദ്യമങ്ങൾ തടസ്സപ്പെടുന്നതാണ്. ന്യായമായ വിജയം വൈകുന്നതാണ്. എന്നാലും 9ൽ തുടരുന്ന വ്യാഴം പ്രതിബന്ധങ്ങളെ അകറ്റുവാനും അർഹമായത് നേടുവാനും വഴിയൊരുക്കും. കുടുംബ അന്തരീക്ഷത്തിൽ അനൈക്യമുണ്ടായാലും അവ പരിഹൃതമാകും. ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായ സ്വസ്ഥതയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 11ലെ ചൊവ്വ ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്തുന്നതാണ്. വാടക വീട് മാറുവാനോ പുതിയ വീട്ടിലേക്ക് മാറുവാനോ ഉള്ള സാഹചര്യം അനുകൂലമാണ്. നിങ്ങളുടെ പ്രണയബന്ധം ദൃഢമാകും. സാമൂഹികമായ കാര്യങ്ങളിലെ ഇടപെടലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ നേട്ടം വന്നുചേരും. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. കർമ്മരംഗം സക്രിയമാകും. ഭാവിക്കുതകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. ആദർശം മാറ്റിവെച്ച് കൂടുതൽ പ്രായോഗിക ചിന്തയിൽ മുഴുകുവാൻ കഴിയും. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അക്കാര്യം പരസ്യമായി പറയുവാനും മടിയുണ്ടാകില്ല. പങ്കു കച്ചവടം ഗുണകരമാകുവാൻ ഇടയില്ല. പുതിയ പാർട്ട്ണർമാരെ ചേർക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. ചെറുപ്പക്കാരുടെ വിവാഹാലോചനകൾ സഫലമാകും. ഇഷ്ട വ്യക്തികളിൽ നിന്നും പാരിതോഷികം ലഭിക്കാം.
വർദ്ധിപ്പിക്കാം. വിദേശ യാത്രയ്ക്കുള്ള അവസരം വന്നെത്തുന്നതാണ്. പാരമ്പര്യ സ്വത്തുക്കൾ വിൽക്കുന്നതിലെ നിയമങ്ങൾക്ക് പോംവഴി കണ്ടെത്തും. കന്നി രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചതിനാൽ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ബിസിനസ്സിൽ പ്രതികൂലതകൾ സമ്മാനിക്കും. യാത്രകൾ അധികമാകും. വഴി നടത്തം മൂലം മനക്ലേശങ്ങൾ ഭവിക്കുന്നതാണ്. 8ലെ വ്യാഴം മേടം 31 വരെ 8ൽ തുടരും. അഷ്ടമ വ്യാഴത്തിൻ്റെ ദുരിതങ്ങൾ ഈ മാസം കൂടി അനുഭവിച്ചാൽ മതിയാകും. 6ാം ഭാവത്തിലെ ശനിയും രാഹുവും പരിശ്രമങ്ങൾക്ക് അർഹമായതിലുമധികം ഫലം സമ്മാനിക്കും. ശത്രുക്കളെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങളെ സ്വധൈര്യം ചെറുക്കുവാൻ സാധിക്കുന്നതാണ്. വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉറപ്പിക്കാം. വിപുലീകരണ ശ്രമങ്ങൾക്ക് ഫലം കാണും. പ്രവാസികൾക്ക് ജന്മനാട്ടിൽ വന്നെത്തുവാനും ജന്മനാട്ടിൽ മടങ്ങിയെത്തിയവർക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനും സാഹചര്യം ഉദിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. പലതരം നേട്ടങ്ങൾ അനുഭവിക്കാവുന്ന കാലമാണ്. പ്രയത്നത്തിന് അർഹിക്കുന്നതിലുമധികം ഫലം കൈവരും. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ മേലധികാരികൾക്ക് സ്വീകാര്യമാകും. സഹപ്രവർത്തകർ തമ്മിൽ ചേരിതിരിവ് വന്നേക്കാം. രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഫലിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ കഴിയും. കടബാധകൾ പരിഹരിക്കുവാനുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ്. വ്യാപാര സ്ഥാപനം തുടങ്ങുവാൻ അനുമതി വന്നു ചേരും. തുലാ രാശിക്കാർക്ക് ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയും. സ്വന്തം കഴിവിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നതാണ്. വിവാഹ കാര്യത്തിലെ കാലവിളംബം അവസാനിക്കുന്നതാണ്. മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനം വാങ്ങുവാൻ കഴിയും. അയൽ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടായേക്കില്ല. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. കർമ്മകാണ്ഡത്തിൽ ഉജ്ജ്വല അധ്യായങ്ങൾ എഴുതി ചേർക്കുവാൻ സാധിക്കും. ന്യായമായ അഭിലാഷങ്ങൾ ഭംഗിയായി തന്നെ നിറവേറ്റപ്പെടും. ദൗത്യങ്ങളുടെ പൂർത്തീകരണം സുഗമമാകും. എതിർക്കുന്നവരെ കൂടി കാര്യങ്ങൾ പരിഗണിക്കുവാൻ കഴിയും. കടബാധ്യതകൾ തീർക്കുവാൻ കഴിയുന്നതാണ്. വായ്പയ്ക്കായുള്ള അപേക്ഷ അനുവദിക്കപ്പെടും. ഉന്നത പഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി വളരെയധികം ആശ്വാസം വന്നു ചേരും. രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. പ്രൊഫഷണലുകൾക്ക് മുന്നേറുവാൻ കൂടുതൽ അവസരങ്ങൾ സംജാതമാകും. കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്ര, ഉല്ലാസയാത്ര നടത്തുവാൻ കഴിയും. ജോലി തേടുന്ന ആളുകൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ്. ബിസിനസ്സിൽ ധനാഗമം സുഗമമായി തീരുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളുവാൻ കഴിയും. പ്രാധാന്യം പരിഗണിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും. ഔദ്യോഗികമായി ഉയർച്ചയുടെ കാലമാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ മികച്ച ജോലി ലഭിക്കും. അകലങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് മാറ്റം കിട്ടുന്നതാണ്. ഗവേഷണത്തിൽ ശ്രദ്ധേയമായി നിരീക്ഷണങ്ങൾ പുലർത്തുവാൻ കഴിയും. പ്രതിസ്വരങ്ങളെ തിരസ്കരിക്കുവാൻ കഴിയുന്നതാണ്. 5ലെ ശനിയും രാഹുവും ആലസ്യത്തിലേക്ക് നയിക്കാം. എന്നാൽ 6ലെ ഉച്ചസ്ഥനായ ആദിത്യൻ്റെ പ്രഭാവത്തിൽ വേഗം തന്നെ കർമ്മരംഗത്ത് വ്യാപൃതരാകുവാൻ സാധിക്കും. സ്വാശ്രയ സംരംഭങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കുന്നതാണ്. പിതൃപുത്ര ബന്ധം രമ്യമാക്കും. മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുവാനും ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. കണ്ടകശനിയും അഷ്ടമകുജനും പ്രശ്നകർത്താക്കളാകും. കുറച്ചു കാലമായി തുടരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാകാതെ വിഷമിക്കേണ്ടി വരും. ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നത് ആശ്വാസത്തിന് കാരണമാകും. പ്രതീക്ഷയുടെ വഴികളിലൂടെ സ്വപ്നയാത്ര സാധ്യമാകുന്നതാണ്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളിൽ മുഴുകുവാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങളിൽ കൂടിയാലോചന നടക്കുന്നതാണ്. സ്ത്രീ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് സഹായഹസ്തവുമായി വന്നെത്തും. ജോലി സംബന്ധിച്ചുള്ള കരാറുകളിൽ ഒപ്പിടും മുമ്പ് മുഴുവനും വ്യവസ്ഥകൾ വായിച്ചറിയുന്നത് ഗുണകരമാകും. അനുജന് ഭൂമിയോ വസ്തുവോ വാങ്ങുവാൻ കഴിയുന്നതാണ്. ഔദ്യോഗികമായോ അതുമല്ലെങ്കിൽ ബിസിനസ് പരമായോ യാത്രകൾ കൂടുന്ന കാലമാണ്. ഊഹക്കച്ചവടത്തിൽ പറയത്തക്ക മെച്ചം ഉണ്ടാകില്ല. ധനപരമായി അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂർവ ആഷാഢം എന്ന സംസ്കൃതമാണ് മലയാളത്തിൽ പൂരാടം എന്നായി മാറിയത്. 6ൽ വ്യാഴം, 8ൽ ചൊവ്വ, 4ൽ ശനിയും രാഹുവും എന്നിങ്ങനെ പ്രതികൂലമായ ഗ്രഹനിലയാണ് നിങ്ങൾക്കിപ്പോൾ. ഇവർക്ക് ഗ്രഹനിർമ്മാണം ഇടയ്ക്ക് നിർത്തേണ്ടി വരുന്നതാണ്. അറ്റകുറ്റപ്പണി ഉണ്ടാകും. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉദിക്കുന്നതാണ്. 4ൽ ഉച്ചസ്ഥനായ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ മെച്ചം ദോഷങ്ങളെ ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചസ്ഥാനമായി സഞ്ചരിക്കുന്നതും അനുകൂലമാണ്.
സന്താനങ്ങൾക്ക് ശ്രേയസ് വരുന്ന കാലം. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ കരഗതമാകുന്നതാണ്. മത്സരങ്ങൾക്ക് മാനസികമായി സജ്ജരാകുവാൻ കഴിയും. കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ ഒരു രീതിയിലുമുള്ള അലസതയരുത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്തര ആഷാഢം എന്ന സംസ്കൃത നാമത്തെ നാം ഉത്രാടം എന്ന മലയാളമാക്കി. ഇരു കൂറുകളിൽ വരുന്ന നക്ഷത്രമാണ്. സമ്മിശ്രമായ ഗുണഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ മാസം വന്നു ചേരുക. നക്ഷത്രാധിപനായ ആദിത്യൻ ഉച്ചസ്ഥനായതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ധനുരാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ കണ്ടകശനി ഉള്ളതിനാൽ മനക്ലേശം, ദേഹക്ലേശം എന്നിവ അനുഭവപ്പെടും. ഊർജവും സമയവും പ്രശ്ന പരിഹാരങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നതാണ്. മകര രാശിക്കാർക്ക് ശനിയും രാഹുവും വ്യാഴവും അനുകൂലാവസ്ഥയിലായതിനാൽ ജീവിതത്തിൽ പ്രശ്നഭാവങ്ങൾ വന്നു ചേരും. കാര്യസിദ്ധി കൈവരുന്നതാണ്. അപ്രതീക്ഷിതമായ സഹായവും ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ നിന്നും ധനനേട്ടവും പ്രതീക്ഷിക്കാം. സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിൽ ആറാടും. നല്ല വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പദവികൾ ഉയരാം, ധനവരവ് അധികരിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ഏഴരശനി തീർന്ന ശേഷമുള്ള ആദ്യ മാസമാണ്. ഈ മാസം മുഴുവനും പഞ്ചമഭാവത്തിൽ തുടരുന്നുണ്ട്. അനുകൂലമായ ഫലങ്ങൾക്കാകും മേൽക്കൈ വരുന്നത്. ഉദ്യോഗസ്ഥർക്ക് സ്വന്തം ചുമതലകളിൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുവാൻ കഴിയുന്നതാണ്. തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ കാര്യനിർവഹണം സാധ്യമാകും. വൃദ്ധജനങ്ങളുടെ അനുകൂലമായ നിലപാടുകൾക്ക് നേട്ടമുണ്ടാകും. സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായം, പിന്തുണ സ്വീകരിക്കുവാൻ കഴിയുന്നതാണ്. കരാർ ജോലികൾ നിങ്ങൾക്ക് നീട്ടിക്കിട്ടും. മക്കൾക്ക് പഠനം, ജോലി, വിവാഹം ഇവയിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജന്മനാട്ടിൽ അവധിക്കാലം ചെലവഴിക്കുവാനും ബിസിനസ്സിൽ ഉയർച്ചയും വന്നു ചേരും. ലാഭം നിക്ഷേപമാക്കി മാറ്റുവാൻ കഴിയുന്നതാണ്. 7-ാം ഭാവത്തിലെ ചൊവ്വ ദാമ്പത്യത്തിൽ അല്പം ക്ലേശങ്ങൾ സമ്മാനിക്കും. വാക്കുകൾ ജീവിത പങ്കാളിയെ പ്രകോപിപ്പിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മകരം, കുംഭം രാശികളിൽ വരുന്നു. മകര രാശിക്കാർക്ക് ഗുണഫലങ്ങൾക്കാകും മേടമാസത്തിൽ ആധിക്യം. 7-ര ശനിക്കാലം കുറഞ്ഞതിൻ്റെ ആശ്വാസം അല്പം അല്പമായി അനുഭവപ്പെട്ടു തുടങ്ങും. തൊഴിലിടത്തിൽ കർമ്മവൈഭവം വരുന്നതാണ്. അർഹതയ്ക്ക് സ്വീകാര്യതയുണ്ടാകും. സംരംഭങ്ങൾ തുടങ്ങുവാൻ തടസ്സങ്ങളൊന്നും വന്നു ചേരില്ല. കച്ചവടത്തിൽ വളരെയധികം ആദായം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് പലതരം നേട്ടങ്ങൾ കരഗതമാകുന്നതാണ്. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ദാമ്പത്യ ക്ലേശം സമ്മാനിക്കും. കുംഭരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകും. വാഗ്ദാനങ്ങൾ ചിലപ്പോൾ പാലിക്കപ്പെട്ടേക്കില്ല. ചിലപ്പോൾ പ്രവൃത്തിയിൽ താമസം അനുഭവപ്പെടുന്നതാണ്. ഉന്നതരായ വ്യക്തികളുടെ പിന്തുണ എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. എതിർപ്പുകളെ തൃണവൽക്കരിച്ച് മുന്നേറുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. കാര്യസാധ്യം ചടുലമാകും. മറ്റ് ചിലപ്പോൾ കാര്യവിളംബം ഭവിക്കാം. ഗ്രഹങ്ങളുടെ അനുകൂല പ്രതികൂല സ്ഥിതിയാണ് ഇതിന് കാരണം. വാക്കുകളിലൂടെ കിട്ടിയ ഉറപ്പുകൾ ജലരേഖകളായി മാറും. സ്വയം മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാതെ പോകുവാനിടയുണ്ട്. കവിതയും സാഹിത്യവും കലയും ഉള്ളവർക്ക് ഭാവനയും സൃഷ്ടിശക്തിയും ഉണരുന്നതാണ്. ആദിത്യൻ ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതിനാൽ പിതാവിൻ്റെ വാത്സല്യം ലഭിക്കും. പിതാവിൽ നിന്നും ധനസഹായവും പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥരിൽ മേലധികാരികൾക്ക് വിശ്വാസമേറുന്നതാണ്. ചൊവ്വയുടെ ഇഷ്ടഭാവ സഞ്ചാരം പ്രതിഷേധ സ്വരങ്ങളെ അവഗണിക്കുവാൻ കരുത്തു പകരുന്നതാണ്. ഭൂമി സംബന്ധമായ ഗുണമുള്ള കാലമാണ്. വാങ്ങൽ, വിൽക്കൽ ഇവ സുഗമമാകുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. മുൻഗതിയായും ശനിയും പിൻഗതിയായി രാഹുവും പോരുരുട്ടാതി അതായത് 4-ാം പാദത്തിൽ തുടരുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങൾ വന്നു ചേരും. ശുക്രനുമുണ്ട്, ബുധനുമുണ്ട് പോരുരുട്ടാതിയിൽ. അതിനാൽ തന്നെ കൂരിരുട്ടിനിടയിൽ ചില ഒറ്റ നക്ഷത്രങ്ങൾ പ്രഭ ചൊരിയുന്ന പോലെ സന്തോഷാനുഭവങ്ങൾ ഭവിക്കാം. എന്നിരുന്നാലും മനോവകർമ്മങ്ങളിൽ ജാഗ്രത വേണം. ഉന്നത അധികാരികൾ അഭിനന്ദിച്ചേക്കാം. മുതിർന്നവരുടെ പിന്തുണയും ആശിസ്സും നേടുവാൻ കഴിയും. കുട്ടികളുടെ കൂട്ടുകെട്ടിലും പഠന കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയമായ സാധനങ്ങൾ ഇടയ്ക്കിടെ മങ്ങുവാൻ ഇടയുണ്ട്. ദൈവസമർപ്പണങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. വരുമാനം മോശമാകുവാൻ ഇടയില്ല. എന്നാൽ മിതവ്യയ ശീലം പാലിക്കുന്നത് വളരെയധികം ഗുണകരമാകും. വിരോധികളെ അവഗണിക്കുവാൻ കഴിയും. ജീവിത പങ്കാളിയുടെ രോഗം ഭേദപ്പെടുന്നതിന് ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ധാരാളം യാത്രകൾ ഉണ്ടാകും. പ്രയോജനമുള്ളവയും ഇല്ലാത്തവയും പണച്ചെലവിനും ദേഹക്ലേശത്തിനും
വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായി വിരോധം ഭവിക്കും. സുഹൃത്ത് ജനങ്ങളുടെ പിന്തുണ എല്ലാ രീതിയിലും കൈവരുന്ന കാലമാണ്. കൃത്യനിർവഹണം പതുക്കെയാകും. അധികാരികളുടെ അനിഷ്ടം നേടുന്നതാണ്. ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് ഭാവിക്കും. തന്മൂലം പരിഹാസ്യരാകുവാൻ ഇടവരുന്നതാണ്. വ്യക്തിപരമായി പലതരം ചുമതലകൾ വന്നു ചേരുന്ന കാലമാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ അടുത്ത് പോയി താമസിക്കേണ്ട സ്ഥിതിയുണ്ടാകും. വിവാഹാലോചനകൾ തടസ്സപ്പെടാം. നിർബന്ധ ബുദ്ധി വിരോധികളെ സമ്മാനിക്കുന്നതാണ്. ആലസ്യം മൂലം പലതും നീട്ടിവെക്കുവാനുള്ള പ്രവണത തലപൊക്കുന്നതാണ്. വീട് മാറുന്നതിനുള്ള സാഹചര്യം അനുകൂലമാണ്. ഏജൻസി വ്യാപാരം മെച്ചപ്പെടും. വിവാഹം, പൂജ, ഉത്സവം ഇവയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും സിദ്ധിക്കുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ബുധൻ മാസത്തിൻ്റെ നല്ലൊരു പങ്കും നീചത്തിൽ തുടരുന്നത് മനക്ലേശത്തിന് കാരണമാകും. ജന്മശനിയും ജന്മരാഹുവും തൊഴിൽ രംഗത്ത് പിരിമുറുക്കമുണ്ടാക്കും. ജന്മരാശിയിലെ ശുക്രൻ ഭോഗസുഖം, താൽക്കാലികമായ ആഡംബരങ്ങൾ, ജീവിതാസക്തി എന്നിവയ്ക്ക് അവസരമൊരുക്കും. രണ്ടാം ഭാവത്തിലെ ആയുധൻ ശത്രുക്കളിൽ നിന്നും ധനം ലഭിക്കുവാൻ കാരണമാകും. വാക്കുകളിൽ ആജ്ഞാശക്തി വർദ്ധിക്കുന്നതാണ്. പഞ്ചമത്തിലെ നീചകുചൻ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളിൽ ശാഠ്യമുണ്ടാക്കും. ഏഴിലെ കേതു ദമ്പതികൾ സാഹചര്യവശാൽ വേറെ ദിക്കുകളിൽ കഴിയുന്നതിനുള്ള ഇടവരുത്തും. ദൈവിക കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരാം. ആരോഗ്യ ജാഗ്രത അനിവാര്യമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.